ഗർഭിണികളിൽ ഛർദി കൂടുതലുള്ളവർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. പൊതുവെ മോർണിംഗ് സിക്നസ് എന്നറിയപ്പെടുന്ന ഈ ഛർദി ഗർഭാവസ്ഥയിൽ ഉണ്ടാവുന്ന ബീറ്റാ HCG എന്ന ഹോർമോണിന്റെ കൂടുതൽ കാരണം ഉണ്ടാവുന്നതാണ്. യൂഷ്വലി അതൊരു ഫസ്റ്റ് 3 months ആണ് കൂടുതൽ അളവിൽ ശരീരത്തിൽ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ആദ്യത്തെ 3-4 മാസം വരെയാണ് കൂടുതലായിട്ടും ഈ മോർണിംഗ് സിക്നസ് അഥവാ ഗർഭാവസ്ഥയിൽ ഉണ്ടാകുന്ന ഛർദി കൂടുതലായിട്ട് കാണുന്നത്. എന്നാൽ പലരിലും അതിൽ ഏറ്റക്കുറച്ചിലുകളുണ്ട്. ചില ആൾക്കാർക്ക് കൂടുതൽ ഛർദി ഉണ്ടാവും, എന്നാൽ ചില ആൾക്കാർക്ക് ചെറുതായിട്ട് ഛർദ്ദിക്കാൻ തോന്നൽ മാത്രമേ ഉണ്ടാവുള്ളൂ. എന്താണെങ്കിലും അതൊരു 3-4 മാസം കഴിയുന്നതോടുകൂടി കുറഞ്ഞു വരും. പക്ഷേ വളരെ അപൂർവമായി ചില സ്ത്രീകളിൽ കൂടുതൽ മാസങ്ങളോളം ഈ ഛർദി നീണ്ടു നിൽക്കാറുണ്ട്. ഇവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, മോർണിംഗ് സിക്നസ് എന്ന് അറിയുന്നതുകൊണ്ട് തന്നെ മോർണിംഗിൽ അത് കുറച്ച് കൂടുതലായിരിക്കും. യൂഷ്വലി നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ, രാവിലെ എണീക്കുമ്പോൾ ആദ്യമേ പോയി ചെയ്യുന്ന ഒരു കാര്യമാണ് പല്ല് തേക്കുക. അപ്പോൾ പല്ല് തേച്ച് കഴിയുമ്പോൾ നമ്മുടെ ബ്രഷ് തട്ടിയിട്ട് നാവിൻ്റെ അറ്റത്തൊക്കെ തട്ടുമ്പോൾ ഛർദ്ദിക്കാനുള്ള ടെൻഡൻസി ഒന്നും കൂടി കൂടും. അപ്പോൾ അതുകൊണ്ട് ഛർദി ഉള്ളവർ ആദ്യമേ പോയിട്ട് രാവിലെ എണീച്ച് പല്ല് തേക്കാതിരിക്കുക. അപ്പോൾ ബെഡ് സൈഡിൽ തന്നെ ഒരു കട്ടൻ ചായയും അതുപോലെ തന്നെ ഒരു ചൂടാക്കിയ ബ്രെഡും കഴിച്ച് പതുക്കെ എണീക്കുക. ഒന്ന് ചാരി ഇരുന്ന് ഈ ചായയും ബ്രെഡൊക്കെ കുടിച്ചതിന് ശേഷം പതുക്കെ എണീച്ച് അവരുടെ രാവിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം പതുക്കെ പല്ല് തേച്ചാൽ മതി. അതുകൊണ്ട് തന്നെ ആ ഛർദ്ദിക്കാനുള്ള ടെൻഡൻസി നമുക്ക് ഒഴിവാക്കി കിട്ടും. പിന്നെ മോർണിംഗിൽ തന്നെ എണീച്ച ഉടനെ ഛർദ്ദിക്കുക എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടുള്ളൊരു അവസ്ഥയും കൂടിയാണ്. അപ്പോൾ കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് പതുക്കെ പല്ല് തേച്ചാൽ മതി. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഭക്ഷണം കൂടുതൽ അളവിൽ നമ്മളൊരു നേരം കഴിച്ചു കഴിഞ്ഞാൽ വയറൊന്നായി നിറഞ്ഞ് ഛർദ്ദിക്കാനുള്ള ടെൻഡൻസി കൂടും. അതുപോലെ കഴിക്കുന്ന ഭക്ഷണത്തിൽ എണ്ണയുടെ അളവ് കൂടുതലോ മസാലയുള്ള ഭക്ഷണങ്ങൾ, ഈ ബിരിയാണി പോലെയുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഛർദ്ദിക്കാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ 3-4 മാസം ഛർദി കൂടുതലുള്ളവർ എണ്ണ ഉള്ള ഭക്ഷണങ്ങൾ കുറയ്ക്കുക. അതുപോലെ മസാല അടങ്ങിയ ഭക്ഷണങ്ങൾ കുറയ്ക്കുക. കൂടുതൽ എരിവും പുളിയും ഉള്ള ഭക്ഷണങ്ങളൊക്കെ കുറയ്ക്കുക. പിന്നെ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവൊന്ന് കുറയ്ക്കുക. കുറച്ചായിട്ട് കഴിക്കുക, പല സമയങ്ങളിലായിട്ട് കഴിക്കുക. അപ്പോൾ കൂടുതൽ ഛർദി ഉള്ളവരോട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഈ ചെറിയ കുട്ടികൾ വെള്ളം കുടിക്കില്ലേ സ്ട്രോ വെച്ചിട്ട്, അല്ലെങ്കിൽ ചെറിയ ബോട്ടിൽ വെള്ളം കുടിക്കുന്ന കണ്ടിട്ടില്ല, അതേപോലെ കുടിക്കുക. അപ്പോൾ ഒന്നായിട്ട് നമ്മളൊരു ഗ്ലാസ് വെള്ളം കുടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് വയറ് നിറയുന്നതോടുകൂടി ഛർദ്ദിക്കാനുള്ള ടെൻഡൻസി കൂടും. എന്നാൽ നമ്മൾ സിപ്സ് ആയിട്ട് എടുക്കുകയാണ്, കുറച്ചായിട്ട് വെള്ളം കുടിക്കുകയാണെങ്കിൽ, അപ്പോൾ ഒരു ബോട്ടിൽ അങ്ങനെ സിപ്പായിട്ട് വെള്ളം കുടിക്കാൻ പറ്റുന്ന രൂപത്തിലൊരു ബോട്ടിൽ വെള്ളം നിറച്ച് വെക്കുകയാണെങ്കിൽ പല സമയങ്ങളിൽ ആവർത്തിച്ച് കുറേശ്ശെ കുടിച്ചാൽ മതി. അല്ലെങ്കിൽ കാൽ ഗ്ലാസ് വെച്ചിട്ട് പല സമയങ്ങളിലായിട്ട് കുടിക്കുക. അത് തന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വയറ് ഒന്നായിട്ട് പെട്ടെന്ന് നിറയാതിരിക്കാൻ നോക്കുക. പിന്നെ ചില ഭക്ഷണങ്ങളോട് കൂടുതൽ മടുപ്പായിരിക്കും. ചില ആൾക്കാർ പറയാറുണ്ട്, എനിക്ക് ചോറിൻ്റെ മണം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ കഞ്ഞിയുടെ മണം കേൾക്കുമ്പോൾ ഛർദ്ദിക്കാൻ ടെൻഡൻസി കൂടുതലാണ്. അപ്പം വീട്ടുകാരെന്താണെന്ന് ചെയ്യുക വെച്ചാൽ ഈ ചോറ് കഴിക്കാൻ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുക. ഇപ്പോൾ ഗർഭാവസ്ഥയിൽ നമ്മൾ ഇന്ന ഭക്ഷണം തന്നെ കഴിക്കണം നിർബന്ധമില്ല. ആദ്യത്തെ 3-4 മാസം നമുക്ക് ഇഷ്ടപ്പെടുന്ന ഭക്ഷണങ്ങൾ, അതായത് ആ സ്മെല്ല് കണ്ടാൽ അല്ലെങ്കിൽ സ്മെല്ല് കേട്ട് കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് തോന്നാത്ത രൂപത്തിലുള്ള ഭക്ഷണങ്ങൾ തിരഞ്ഞെടുത്ത് കഴിക്കുക. അപ്പോൾ അത് ചോറിനെ ആയിക്കൊള്ളണമെന്നില്ല. ഇപ്പോൾ നമ്മൾ സ്ഥിരം മലയാളികൾ ചോറ് കഴിക്കുന്നതാണെങ്കിലും ശരി, ചിലപ്പോൾ ബ്രെഡ് കഴിച്ചാലും കുഴപ്പമൊന്നും വരില്ല. അപ്പോൾ ബ്രെഡിൻ്റെ മണം പറ്റുന്നുണ്ടെങ്കിൽ അത് കഴിക്കുക. അപ്പോൾ നമ്മൾ സെലക്റ്റീവായിട്ട് കഴിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. കഴിക്കുന്ന ഒരേ ഭക്ഷണം തന്നെ നിർബന്ധപൂർവ്വം കഴിക്കണം എന്നില്ല. അപ്പം എന്താണോ നമ്മുടെ ടേസ്റ്റിന് പറ്റുന്നത്, നമ്മുടെ ടേസ്റ്റൊക്കെ വ്യത്യാസപ്പെടും. ആദ്യത്തെ ഒരു 3-4 മാസം നമുക്ക് അതുവരെ ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ ചിലപ്പോൾ ഭക്ഷണത്തിനോട് ആ സമയത്ത് നമുക്കൊരു ദേഷ്യം തോന്നാം, അല്ലെങ്കിൽ വെറുപ്പ് തോന്നാം. അത് കഴിക്കുമ്പോൾ ഛർദ്ദിക്കാൻ കൂടുതൽ തോന്നാം. അപ്പോൾ അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ നിർബന്ധപൂർവ്വം കഴിക്കേണ്ടതില്ല. ആ സമയത്ത് നമുക്ക് എന്താണോ കഴിക്കുമ്പോൾ കംഫർട്ടബിൾ ആയിട്ടുള്ളത് ആ ഭക്ഷണം തന്നെ തിരഞ്ഞെടുത്ത് കഴിച്ചാൽ മതി.